ഒരുപാട് വിഷമമുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇന്നലത്തെയൊക്കെ ആ ഒരു 18 വയസ്സുകാരൻ്റെ ധാരണ ആയിട്ടുള്ള ഒരു അന്ത്യം. അതായത് ഡയറ്റ് ചെയ്ത് യൂട്യൂബ് നോക്കി ഡയറ്റ് ചെയ്ത് മരിച്ചു. അതിനു മുന്നേ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അതിനും മുന്നേ പട്ടിണി കിടന്ന് മരിച്ച് ഒരു പെൺകുട്ടി. അതൊക്കെ ഒരു കാര്യം ആലോചിക്കണം. ഈ മരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാരണം എന്ന് പറയുന്നുണ്ടല്ലോ, ആ മനസ്സിന്റെ, അതായത് ഞാൻ അതിനൊരു തെളിവ് ഇപ്പൊ സ്ക്രീൻഷോട്ടിൽ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവും. ഇത്രയും കുറച്ചിട്ടും വയറ് കുറയ്ക്ക്, അല്ലെങ്കിൽ വയറ് കാണിക്ക്, കുറഞ്ഞാന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ഇത് അവിടെ ചാടിക്കിടക്കുന്നില്ല ഇവിടെ ചാടിക്കിടക്കുന്നില്ല, അങ്ങനെയുള്ള കണ്ണുകളുമായിട്ടിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഈ വണ്ണമുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ബോഡി ഷെയ്മിങ്, എനിക്ക് തോന്നുന്നു ബോഡി ഷെയ്മിങ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്, മാനസികമായിട്ട് തളർത്തുന്ന ഒരു കാര്യം. ഒരു ഡ്രസ്സ് ഇട്ടാല് ആൾക്കാരെങ്ങനെ എന്ത് വിചാരിക്കും, അല്ലെ അവിടെ ചാടിക്കിടക്കുന്നോ, അവിടെ എനിക്ക് എങ്ങനെ ആയിരിക്കും മറ്റുള്ളവരുടെ കാഴ്ചപ്പാട്, അങ്ങനെയുള്ള ചിന്താഗതിയിൽ നടക്കുവാണ് ഈ വെയിറ്റ് ഉള്ളവരെന്ന് പറയുന്നത്. അപ്പം അതിനെ ഒന്നും കൂടി തളർത്തി കളയാനായിട്ട് നമ്മുടെ സമൂഹവും ഉണ്ട്. ഉപ്പുചാക്ക് ഭരണി, അല്ലെങ്കിൽ ഗ്യാസ് നിനക്ക് ആ ഗ്യാസിലോട്ട് കയറ്റി ഗ്യാസ് കുറ്റി ആയിക്കൂടെ, അല്ലെ ഗ്യാസ് നിറച്ചൂടെ, ഏത് സ്ഥലത്താണ് നിന്റെ റേഷൻ കാർഡ്, സ്ഥിരം ഡയലോഗുകളാ അല്ലെ. ഒരു ചെറുപ്പം മുതൽ കേട്ട് വരുന്ന ആന്റി, അമ്മച്ചി, ആ വാക്കുകൾ, നമ്മളെക്കാളും പ്രായം കുറഞ്ഞവർ നമ്മളെ കയറി അങ്ങനെ വിളിക്കുക, അതൊക്കെ ഒരുപാട് ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നുണ്ടല്ലോ, താങ്ങാൻ പറ്റാത്തതാണ്. എനിക്കറിയാം, അതിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഒരു തള്ളച്ചിന്ന് തന്നെ ഞാൻ ഈ ഒരു പരുവത്തിൽ എത്തിയത്. അപ്പൊ എനിക്കറിയാം ആ ഒരു മാനസികാവസ്ഥ. ആ 18 വയസ്സുകാരൻ അങ്ങനെ ഒരു ചിന്ത, അല്ലെ ആ ഒരു ചിന്താഗതിയിൽ അവൻ ജീവിച്ച് ജ്യൂസ് മാത്രം 3 മാസം കഴിച്ചാണ് ആ കുട്ടിയുടെ ജീവൻ പോലും നഷ്ടപ്പെടേണ്ടി വന്നത്. അത് ആ കളിയാക്കലുകളും അല്ല, അതിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കണം. ഇതേപോലുള്ള ആൾക്കാരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൽ, അത് സ്ത്രീകൾ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ ഇതാക്കുന്നത്, അതുപോലെ തന്നെ അമ്മാവന്മാര്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഈ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അതിന് നിയമപരമായിട്ടുള്ള ഇപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട് ബോഡി ഷെയ്മിങ് ചെയ്യുന്നതിനെ പറ്റി. എന്തായാലും മനസ്സുറപ്പോടുകൂടി നമ്മൾ വിചാരിച്ചാൽ കുറയ്ക്കാം. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ചാടിക്കേറി അല്ലെ കളിയാക്കലുകൾ മാറ്റാൻ വേണ്ടിയിട്ട് 2 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ഞാൻ ചെയ്യിക്കുന്നുണ്ട്. നമുക്ക് 73 ബാച്ചിലായിട്ട് 1.5 വർഷമായിട്ട് ഞാൻ ഡയറ്റ് ചെയ്യിക്കുന്നുണ്ട്. ആരും മരിച്ചിട്ടില്ല, ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഞാനും ഇന്ന് ചുറുചുറുക്കോടുകൂടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിലും ജോയിൻ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറ്റും ചെയ്യാം. ആരും പട്ടിണി കിടന്നും ഈ കളിയാക്കലുകൾ കേട്ടും ഒന്നും ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കുക. അത് ഒരു താഴ്മയുള്ള ഒരു അപേക്ഷയായിട്ട് എടുക്കുക.